വർഷങ്ങൾക്ക് ശേഷം തന്ത്രി കണ്ഠരര് മോഹനര് ദേവസ്വം ബോർഡിന്റെ ചടങ്ങിലെത്തി. അയ്യപ്പ സംഗമം ഉദ്ഘാടന വേദിയിലാണ് കണ്ഠരര് മോഹനര് എത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയിലെ മുൻ തന്ത്രിയാണ് കണ്ഠരര് മോഹനര്. കണ്ഠരര് മഹേശ്വരുടെ മകനാണ്. 2008 തന്ത്രി കേസ് എന്ന് ചർച്ച ചെയ്യപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതിയേർക്കപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയായി താന്ത്രിക ചുമതലയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നതാണ്. ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് തന്ത്രി കണ്ഠരര് മോഹനരുടെ പേര് പരാമർശിക്കാതെ, എന്നാൽ അദ്ദേഹം ഉൾപ്പെട്ട കേസ് പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പരസ്യമായി വിമർശനമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തന്ത്രി കണ്ഠരര് മോഹനര് ദേവസ്വം ബോർഡിന്റെ ചടങ്ങിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്നു. കണ്ണൻ നായരുണ്ട്. കണ്ണൻ, സർക്കാർ ഔദ്യോഗികമായി ക്ഷണിച്ചതാണോ കണ്ഠരര് മോഹനരെ? വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വേദിയിലേക്ക് എത്തുന്നു എന്ന പ്രതികരണം. മാത്രമല്ല, യുവതീ പ്രവേശന സമയത്ത് ഇദ്ദേഹം ഉൾപ്പെട്ട കേസ് പരാമർശിച്ച് മുഖ്യമന്ത്രി രൂക്ഷമായി തന്ത്രി കുടുംബത്തെ വിമർശിച്ചിട്ടുമുണ്ട്. വേദിയുടെ ഭാഗങ്ങളിൽ നിൽക്കരുത്. സർക്കാർ ഔദ്യോഗികമായി വിളിക്കാതെ ഒരു കാരണവശാലും തന്ത്രിക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കില്ല. കാരണം തന്ത്രി നേരത്തെ താന്ത്രിക ചടങ്ങുകളിൽ നിന്ന് ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ്. വലിയ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചതാണ്. ആ വിമർശിച്ച വ്യക്തിയാണ് ഇന്ന് അദ്ദേഹത്തെ വിളക്ക് കൊളുത്താൻ വേണ്ടി വിളക്ക് കൊളുത്തി അദ്ദേഹത്തിൻ്റെ മകനടക്കമുള്ള ഇപ്പോഴത്തെ തന്ത്രി അടക്കമുള്ള ആൾക്കാർ ചേർന്ന് വിളക്ക് കൊളുത്തിയ ശേഷം വീണ്ടും അദ്ദേഹം വന്നപ്പോൾ ഒരു തവണ കൂടി വിളക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള അവസരമുണ്ടാക്കിയത് സർക്കാരിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരാണ്. അതിനുശേഷം മുഖ്യമന്ത്രി വന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് ഹസ്തദാനം നൽകിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. ഒരു കാരണവശാലും സർക്കാരിൻ്റെ ഒരു തീരുമാനം ഇല്ല എങ്കിൽ ഇദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കില്ല. സർക്കാരിൻ്റെ ഔദ്യോഗികമായി പുറത്തേക്കിറക്കിയ ഇതിൽ നോട്ടീസിൽ അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് വേദിയിൽ മുഴുവൻ സമയവും തന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ഷണം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് തന്ത്രി കണ്ഠരര് മോഹനര് ദേവസ്വം ബോർഡിന്റെ ചടങ്ങിൽ എത്തുന്നത്. മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന വേദിയിൽ തന്നെയാണ് അദ്ദേഹവും പങ്കെടുത്ത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.